ഹായ് ഫ്രണ്ട്സ്, മേജോ എഫ് കെ ചാള മപ്പാസ്. അങ്ങനെ ഒരു കിലോ ചാള മേടിച്ച് അത് വെട്ടി ക്ലീനാക്കി ഉപ്പ് ഇത്തിരി ഇട്ട് 1-2 സ്പൂൺ ഉപ്പിട്ടിട്ട് ചാള ഇട്ട് ഇതേപോലെ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാളയിലുള്ള ഒരു ഉളുമ്പ് പോയി കിട്ടും. അത് കളഞ്ഞെടുത്ത് കഴുകി കുട്ടപ്പനാക്കി മാറ്റി വെച്ച് ഇതേപോലെ നല്ലോണം വൃത്തിയാക്കി എടുത്തോ, സൂപ്പറായിരിക്കും. അങ്ങനെ ഒരു തേങ്ങ എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് മാറ്റി വെച്ച്, 1-ാം പാലെടുത്ത് മാറ്റി വെച്ച്, 2-ാം പാലെടുത്ത് മാറ്റി വെച്ച്, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു കഷ്ണം, ചുമന്നുള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇതെല്ലാം അടിച്ച് പേസ്റ്റാക്കി വെച്ച് കുറച്ച് കടുകും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു കേട്ടോ. കടുക് 1 സ്പൂൺ കടുക്, ഒരു തവി. അപ്പം ചട്ടി ചൂടായി, ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അടിച്ചു വെച്ച മസാല അതിലേക്ക് ഇട്ട് ഇളക്കണം. ഇളക്കി നല്ലോണം മൂപ്പിച്ച് നല്ലോണം മൂക്കണം. ഒരു പച്ച മണവും പച്ച ചുവ ഉണ്ടാവും, അത് പോണ വരെ ഇടണം. ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് ഇതേപോലെ ആക്കിയെടുത്ത് വരുമ്പോഴേക്കും ഇതേപോലെ നല്ല മൂത്ത് വരും. അപ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, അതും കൂടി ഇട്ട് നല്ലോണം മൂപ്പിക്കണം. അത് നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമ്മളാ 2-ാം പാല് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് വേഗണം മസാലയൊക്കെ. പിന്നെ ഞാനൊരു ഇത്തിരി പാലെടുത്തിട്ട് അതിൽ പുളി ഇട്ട് വെച്ചിട്ടായിരുന്നു, കുടംപുളി. 2 കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കണം. അധികം വേണ്ട, പുളി അധികം വേണ്ട. അത് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും മസാലയൊക്കെ ഒന്ന് വേകും. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ചാളയൊക്കെ ഒന്ന് മുങ്ങണ രീതിയിലൊക്കെ ആക്കി ഇതേപോലെ തന്നെ ഒന്ന് തിളക്കണം. തിളച്ച് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും 1-ാം പാല് ഒഴിച്ച് ഒരിത്തിരി 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു തവി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് തിളക്കണമെന്നില്ല.